അങ്ങനെ ഞാൻ കുറേ ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ കുഞ്ഞി ട്രിപ്പിന് പോകാനുള്ള ടൈമായി. അങ്ങനെ ഞാൻ രാവിലെ 4 മണിയാകുമ്പോൾ എണീച്ച് കുളിച്ച് റെഡിയായി. നമുക്ക് 6 മണിയാകുമ്പോഴത്തേക്കും ഹൈവേൻ്റെ അടുത്ത് എത്തണം. ചോനാടാം ഹൈവേൻ്റെ അടുത്ത് നിൽക്കാനാണ് പറഞ്ഞത്. അപ്പം എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടാക്കുന്ന അച്ഛനാണ്. പിന്നെ നമ്മൾ രാവിലെ കറക്റ്റ് 6 മണിയാകുമ്പോൾ നമ്മൾ ഹൈവേൻ്റെ അടുത്ത് എത്തി. ബസ് കുറച്ച് ലേറ്റ് ആയിരുന്നു. നമ്മൾ കുറച്ച് സമയം അവിടെ എത്തി വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ബസ് വന്നത്. ഇപ്പം എല്ലാം ഇങ്ങനെ സൂര്യൻ ഉദിച്ച് വരുന്നതേ ഉള്ളൂ. നമ്മൾ കുറച്ച് സമയം അവിടെ നിൽക്കുമ്പോഴത്തേക്കും അങ്ങനെ നേരം വെളുത്തു. ഒരു 6:15 ബസ് വന്ന്. ഇതാണ് നമുക്ക് പോകാനുള്ള ബസ്. KSRTCൻ്റെ ട്രാവൽ പാക്കേജിലാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി സ്റ്റോപ്പ് ചെയ്തു. ഞാൻ ദോശയാണ് കഴിച്ചത്. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിറങ്ങി. നമ്മൾ വീണ്ടും ജേർണി സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ പോകുന്ന വഴിക്ക് വടക്കുന്നാഥനെ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അതിൻ്റെ ഉള്ളിൽ പോകണം, കാണണം എന്നെല്ലാം. പക്ഷെ ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. പോകാൻ പറ്റട്ടെ. പിന്നെ ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി. അപ്പോൾ ട്രിപ്പ് എന്ന് പറയുമ്പോൾ നമ്മളൊരു എൻജോയ്മെൻറ്റിനുള്ള ട്രിപ്പിനല്ല പോകുന്നത്, ഒരു ഡിവോഷണൽ യാത്രയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ അറിയായിരിക്കും, എനിക്ക് അമ്പലത്തിലൊക്കെ പോകാമെന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതും ഈ പുതിയ അമ്പലത്തിൽ പോകാമെന്ന് പറയുമ്പോൾ നമ്മൾ അവിടുത്തെ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നല്ലേ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ നമ്മൾ ലഞ്ചെല്ലാം കഴിച്ച് നേരെ ഇറങ്ങി. നമ്മളെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ചോറ്റാനിക്കര ദേവീക്ഷേത്രമാണ്. അങ്ങനെ നമ്മൾ അവിടെ എത്തി. നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ ഇവിടെ നിന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറി. നമ്മൾ എത്തിയ സമയം നട അടച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് ഓരോ സ്ഥലത്തും ഡിപ്പാർച്ചർ ടൈം ഉണ്ട്. അത് നമ്മൾ ഇറങ്ങാൻ നോക്കുമ്പോൾ അവർ പറഞ്ഞുതരും. അപ്പം നട അടച്ചുകൊണ്ട് നമ്മൾ ആദ്യം താഴേക്കാവിൽ പോയി തൊഴുതു. എന്നിട്ടാണ് നമ്മൾ മേലേക്കാവിലേക്ക് വന്നത്. എല്ലാ അമ്പലത്തിലും ഈ ആൽമരങ്ങളൊക്കെ കാണാൻ നല്ല രസമായിരിക്കുമല്ലേ. ഈ ആലിന് ചുറ്റും കുറേ ആണി അടിച്ചു വെച്ചിട്ടുണ്ട്, നമ്മൾ ഈ പണ്ട് സിനിമയിലൊക്കെ കാണുന്ന പോലെ. പിന്നെ ഇവിടെയാണ് ആവാഹനമൊക്കെ നടക്കുക. എനിക്കതെല്ലാം കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ കാണാൻ പറ്റില്ലല്ലോ. പിന്നെ ഈ ഒരു ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത്, പണ്ട് എൻ്റെ ഒരു ഡയറി ഉണ്ടായിരുന്നു. എൻ്റെ അമ്മേൻ്റെ വീടിൻ്റെ താഴെയുള്ള ഒരു മാഷ് ഗിഫ്റ്റ് ചെയ്തായിരുന്നു. അതിൽ ചോറ്റാനിക്കര അമ്മേൻ്റെ ഈ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പം ആ ഫോട്ടോ കാണുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കലുണ്ട്, ചോറ്റാനിക്കര എന്നെല്ലാം പറയുന്നത് ഭയങ്കര ദൂരമുള്ള സ്ഥലം, എനിക്ക് അങ്ങോട്ടേക്കെല്ലാം പോകാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ അവിടെ എത്തിയപ്പോൾ എനിക്ക് ആദ്യം അതാണ് മനസ്സിൽ വന്നത്. പിന്നെ നമ്മൾ നേരെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെത്തി. ഞാൻ ഈ യാത്രയിൽ പോയ ഒരു അമ്പലത്തിലും ഞാൻ മുന്നേ പോയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരുടെയും ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് ഉണ്ടായിരുന്നു. നമ്മളെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ആറന്മുള അമ്പലവും വള്ളസദ്യയും വള്ളംകളിയിലാണ്. നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയിലുള്ള ക്ഷേത്രങ്ങളാണ് ഇതെല്ലാം. ഞാൻ വീഡിയോസിലൂടെയും അല്ലാണ്ടും കണ്ട കുറേ അമ്പലത്തിൽ പോകാൻ പറ്റി. പിന്നെ പുതിയതായിട്ട് കേട്ടറിഞ്ഞ കുറച്ച് അമ്പലത്തിലും പോകാൻ പറ്റി. ഈ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവ സമയത്ത് യൂട്യൂബിലെ ഒരു ക്രിയേറ്റർ ഇതുപോലെ ഷോർട്സ് ഇട്ട സമയത്ത് ഞാനിങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഈ അമ്പലം ഭയങ്കര വലിയൊരു അമ്പലമല്ലേ. എല്ലാ അമ്പലത്തിലും ആൽമരം കാണാൻ നല്ല രസമല്ലേ. നേരത്തെ നമ്മൾ പോയ ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ ആൽമരത്തിൻ്റെ കൂടെ വേറെ 2-3 മരങ്ങളും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടുന്ന് നേരെ പ്രാർത്ഥിച്ചിറങ്ങിയിട്ട് പോയത് തളിയിൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ്. ഈ അമ്പലത്തിനെ പറ്റിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഞാൻ കേൾക്കാത്ത കുറേ അമ്പലങ്ങളിൽ ഒരു അമ്പലം ഇതായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര ഒരു കാം അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നമ്മളവിടെ എത്തിയത് സന്ധ്യക്ക് നട തുറക്കുന്ന സമയത്തേനു, അതുകൊണ്ടാണോ എന്നറിയില്ല, നല്ലൊരു അന്തരീക്ഷമായിരുന്നു. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറി. നമ്മൾ കൂടെ വന്ന ആൾക്കാർ തന്നെയായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. അധികം ആൾക്കാരൊന്നും ഇല്ലാത്തൊരു നല്ല സ്ഥലത്ത് ഒരു നല്ല അമ്പലം. ആകാശമെല്ലാം കാണാൻ നല്ല രസമുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചിറങ്ങി, പ്രസാദമെല്ലാം വാങ്ങി. ഇതാണ് ഇവിടുത്തെ ആൽമരം. നമ്മൾ പ്രാർത്ഥിച്ച് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് സൂര്യൻ പോയി ചന്ദ്രൻ വരാനായിട്ടുണ്ടായിരുന്നു. പക്ഷെ ആകാശം കാണാൻ നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു അറ്റ്മോസ്ഫിയറും. കുറേ സമയം അവിടെ തന്നെ ഇരിക്കാൻ തോന്നി. പിന്നെ നമുക്ക് ഡിപ്പാർച്ചർ ടൈം ഉള്ളതുകൊണ്ട് കുറേ സമയം അവിടെ ഇരിക്കാനും പറ്റില്ല. കണ്ട ആകാശം എന്തോ രസം. ഒരു ഫോട്ടോ മര്യാദയ്ക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേങ്കിൽ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മളെ ഇന്നത്തെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഏറ്റുമാനൂരാണ്. അങ്ങനെ നമ്മൾ ഏറ്റുമാനൂർ എത്തി. ഏറ്റുമാനൂരപ്പൻ എന്നല്ലേ പറയാം. നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്കും നട അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശിവേലി കഴിഞ്ഞിട്ടേ നട തുറക്കുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പുറത്ത് നിന്ന് ശിവേലി കണ്ട്. പിന്നെ നമ്മൾ ഉള്ളിൽ കയറി തൊഴുത്. ഞാൻ മുന്നേ വീഡിയോയിൽ ഈ അമ്പലത്തിൽ ആനേൻ്റെ എഴുന്നള്ളത്തെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. അന്നേരം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ വരണം. അങ്ങനെ ഞാൻ ഇവിടെയും എത്തി.
പിന്നെ നമ്മൾ ഏറ്റുമാനൂരിൽ നിന്നാണ് ഡിന്നർ കഴിച്ചത്. അവിടെ അന്നപൂർണ്ണ ഹോട്ടലിൽ കയറി നമ്മൾ ഡിന്നർ കഴിച്ചു. ഡിന്നർ എന്ന് പറയാൻ വേണ്ടിയിട്ട് ചോറൊന്നുമല്ല, ഞാൻ മസാല ദോശ കഴിച്ച. മസാല ദോശയും പിന്നെ നല്ല ചൂട് ചായയും കുടിച്ച്. മസാല ദോശ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. രാവിലെ കഴിച്ച ദോശ അത്ര ഓക്കെ അല്ലേനും, പക്ഷെ ഇവിടുത്തെ മസാല ദോശ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളെ നാട്ടിലെ പോലെ എന്തായാലും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ അവിടുത്തെ മസാല ദോശയും നല്ല ചായയും കുടിച്ച് നമ്മൾ ഏറ്റുമാനൂരപ്പനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് അവിടുത്തെ തൊട്ടടുത്ത് ഇതുപോലെ കുറേ ഷോപ്സ് ഉണ്ടായിരുന്നു. അവിടെ കമലിൻ്റെ ഹ്യൂജ് കളക്ഷൻസ് തന്നെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ കയറി അതെല്ലാം നോക്കി, പക്ഷെ ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. ഞാൻ ഒരു സൂചി പോലും ഞാൻ വാങ്ങിയിട്ടില്ല. ഫുള്ള് എല്ലാം കയറി കണ്ട് എല്ലാം നോക്കി. പിന്നെ നമ്മൾ ഇന്നത്തെ സ്റ്റേ തിരുവല്ലയിലായിരുന്നു. അങ്ങനെ നമ്മൾ തിരുവല്ല എത്തി. അവിടെ ഒരു റെസിഡൻസിലായിരുന്നു നമ്മളെ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് പോയി. നല്ല അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും എല്ലാം ഉള്ളൊരു റൂംസും എല്ലായിരുന്നു. നല്ല ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു അവരുടെ. അങ്ങനെ എല്ലാവരും കീയും വാങ്ങി അവരവരുടെ റൂമിലേക്ക് പോയി. നമ്മളും നമ്മളെ റൂമിലേക്ക് പോന്നാണ്. നമ്മൾ ഒരു റൂമിൽ 3 ആളായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ രാത്രി നമ്മളവിടെ എത്തുമ്പോൾ ഒരു 9:30 ഒരു 10 മണി ആയിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ, മറന്നുപോയി. അങ്ങനെ നമ്മളവിടെ എത്തി. ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രഷായി. നമുക്ക് നാളെ രാവിലെ പുലർച്ചയ്ക്ക് 5 മണിക്കാണ് ഡിപ്പാർച്ചർ ടൈം. അപ്പോഴത്തേക്കും നമ്മൾ റെഡിയായി സെറ്റായി നിൽക്കണം. അപ്പം ഞാൻ പോയത് എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫിൻ്റെ കൂടെയാണ്. ഞാൻ മഞ്ജു ആൻറ്റി എന്നാണ് വിളിക്കുക. അപ്പം ഇങ്ങനൊരു ട്രിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞേരം മഞ്ജു ആൻറ്റി എൻ്റെ അടുത്ത് ചോദിച്ചു വരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ വരാം. അങ്ങനെ പോയതാണ് ഞാൻ. അങ്ങനെ നമ്മൾ റൂമിലെത്തി. വേഗം തന്നെ കിടന്നു ഉറങ്ങി. റൂമിൽ നമുക്ക് പുതക്കാനുള്ള ബെഡ്ഷീറ്റ് ഒന്നും ഇല്ലായിരുന്നു. അതെല്ലാം നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയി. ഒരു ബെഡ്, പിന്നെ ഒരു അലമാര, പിന്നെ ഒരു വാഷ്റൂം, അങ്ങനെ ഒരു ചെറിയ റൂമായിരുന്നു. റൂമിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ പിറ്റേന്ന് രാവിലെ കുളിച്ച് റെഡി ആയതാ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ. എൻ്റെ OTD ഇതാണ്. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? ഞാൻ ഇത് മാക്സിൽ നിന്ന് എടുത്ത നമ്മൾ ഓണം ഷോപ്പിങ്ങിന് പോയപ്പോൾ എടുത്ത ഡ്രസ്സാണ്. ഇതാണ് ഇന്നിട്ടത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് മെലഡി റെസിഡൻസിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് നമ്മൾ താഴെ ബസ്സിൻ്റെ അടുത്തേക്ക് പോകുന്നതാണ്. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി. ഇന്നത്തെ നമ്മളെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രമാണ്. അങ്ങനെ നമ്മൾ ആദ്യം അവിടെ എത്തി. അവിടെ നമ്മൾ ഓരോ സ്ഥലത്തെത്തുമ്പോൾ നമ്മൾ ടൂർ ഗൈഡ് നമുക്ക് പറഞ്ഞു തരും ആ അമ്പലത്തിലെ പ്രത്യേകത, അവിടുത്തെ ഐതിഹ്യമൊക്കെ പറഞ്ഞു തരും. അങ്ങനെ ഇവിടുത്തെ ഒരു മെയിൻ കാര്യം അവർ പറഞ്ഞു തന്നത്, അവിടെ ഒരു പാറയുണ്ട്. ആ പാറേൻ്റെ മേലെ ഒറ്റക്കാലിമേൽ നിന്നിട്ട് നമ്മൾ കൊടിമരം നോക്കിയിട്ട് പ്രാർത്ഥിക്കണം എന്നാണ് അവർ പറഞ്ഞു തന്നത്. ഇതാണ് ആ പാറ. അങ്ങനെ ഓരോരുത്തരായിട്ട് ആ പാറേൻ്റെ മേലെ കയറി നിന്ന് പ്രാർത്ഥിച്ച് പിന്നെ നമ്മൾ ഉള്ളിൽ കയറി തൊഴുത് പുറത്തിറങ്ങി പ്രദക്ഷിണവും വെച്ചിട്ട് നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്കും രാവിലെ നേരം വെളുത്തിട്ടുണ്ടായിരുന്നു. ആകാശമൊക്കെ അത്യാവശ്യം തെളിഞ്ഞ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നെക്സ്റ്റ് പോയത് തൃച്ചിറ്റാറ്റ് ക്ഷേത്രത്തിലേക്കാണ്. അങ്ങനെ പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശനം നമ്മൾ തുടങ്ങി. ഇതാണ് നമ്മളെ പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശനത്തിലെ ഫസ്റ്റ് അമ്പലം. അങ്ങനെ നമ്മൾ ഇവിടെ തൊഴുത്ത് ഇവിടെ നിന്ന് ഇറങ്ങി ഇനി നെക്സ്റ്റ് അടുത്ത അമ്പലത്തിലേക്ക് പോകണം. അടുത്തതായിട്ട് വരുന്ന തൃപ്പുളിയൂർ ക്ഷേത്രമാണ്. ഈ അമ്പലങ്ങളെ പേരെല്ലാം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇവിടെ നമ്മൾ എത്തിയപ്പോഴത്തേക്കും നട തുറക്കുന്ന ടൈമായിരുന്നു. അങ്ങനെ നമ്മൾ തൊഴുത് പ്രസാദവും വാങ്ങി പ്രദക്ഷിണവും വെച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലെത്തി, തൃപ്പുളിയൂർ ടെമ്പിൾ. അങ്ങനെ നമ്മൾ അവിടെ എത്തി. എല്ലാവരുടെയും പൂക്കൾ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ പോയ ഏകദേശം എല്ലാ അമ്പലത്തിലും പൂക്കൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പൂക്കള മത്സരം ഉണ്ടായിരുന്നു തോന്നുന്നു. കുറേ പൂക്കളം കണ്ട്. അങ്ങനെ നമ്മളിവിടെ എത്തി. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങളിൽ പോയ എല്ലാ അമ്പലത്തിലും ഈ ഉള്ളിലത്തെ ഈ ഒരു ആർക്കിടെക്ചർ ഇല്ലേ, അതൊരു റൗണ്ട് ഷേപ്പിലാണ്. പുറമേ നോക്കുമ്പോൾ എല്ലാ അമ്പലങ്ങളും വ്യത്യസ്തമാണ്. പക്ഷേങ്കിൽ ഉള്ളിൽ കയറി നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഗ്രഹം ഇരിക്കുന്ന ആ ഒരു സ്ഥലത്ത് എല്ലാം റൗണ്ട് ഷേപ്പിലാണുള്ളത്. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ സ്ക്വയറാണ്, ഉള്ളിലത്തെ ആർക്കിടെക്ചർ വരുന്നത് റൗണ്ടിലാണ്. അത് കണ്ടപ്പോൾ എനിക്ക് വേറെ എവിടെയോ പോയ പോലെ തോന്നി. കാരണം നമ്മൾ ഇവിടെയൊന്നും അങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഉള്ളിൽ ഉള്ള അമ്പലങ്ങളൊന്നും ഇല്ല, എല്ലാവരുടെയും സ്ക്വയർ ഷേപ്പിലാണ് ഉള്ളത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങി നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തി. ഇതാണ് തിരുവണ്ടൂർ ടെമ്പിൾ. പഞ്ചപാണ്ഡവ ക്ഷേത്രത്തിലെ 5 ക്ഷേത്രത്തിൻ്റെ പേരും ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. പിന്നെ നമുക്ക് അവിടെ ഒരു ആന ഉണ്ടായിരുന്നു. അത് മതം പൊട്ടിയ ആനയാണെന്നാണ് അവിടെ നിന്ന് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ അധികം അടുത്തോട്ടേക്ക് പോയില്ല. കണ്ട ആ സ്ട്രക്ചർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ. അടുത്തത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് വന്നത്. അങ്ങനെ ഇന്നും രാവിലെ ഞാൻ മസാല ദോശ കഴിച്ചത്. ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ഞാൻ മസാല ദോശ കഴിച്ചു. കാരണം പിന്നെ ഉള്ളത് പൂരി, ചപ്പാത്തി അങ്ങനത്തെ സംഭവങ്ങളാണ്. അതൊന്നും എനിക്ക് രാവിലെ തന്നെ വയറ്റിനൊട്ടും ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ സേഫ് സോണിൽ തന്നെ മുന്നോട്ട് പോയി. അങ്ങനെ ആടുന്നൊരു മിറർ വീഡിയോ എല്ലാം എടുത്ത് പിന്നെ അമ്പാടി എനിക്ക് കുറച്ച് ജീരക മുട്ടായി തന്നിനു. അങ്ങനെ ജീരക മുട്ടായി തിന്ന്
നമ്മൾ നേരെ അവിടെ നിന്ന് അടുത്ത അമ്പലത്തിലേക്ക് എത്തി. തൃക്കൊടിത്താനം ടെമ്പിൾ. എല്ലാത്തിൻ്റെയും സ്റ്റാർട്ടിങ് 3 വെച്ചിട്ടല്ലേ തുടങ്ങുന്നത്. അപ്പോൾ ഈ അമ്പലത്തിൽ ഉള്ളിൽ ഇതുപോലെ പശുവിൻ്റെ ആല ഉണ്ടായിരുന്നു, പിന്നെ വലിയൊരു വെള്ള താമര ഉണ്ടായിരുന്നു. പിന്നെ അവിടെ എല്ലാവരും നിൽക്കുന്നുണ്ട്. അവിടെ ഒരു ചെറിയ ഹോളുണ്ട്. ആ ഹോളിൻ്റെ ഉള്ളിലൂടെ വേണം നമ്മൾ ഗണപതിനെ നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ വിഘ്നേശ്വരനെ കണ്ട് പ്രാർത്ഥിച്ച് പ്രസാദവും വാങ്ങി നമ്മൾ ഇനി നേരെ പോകുന്നത് എവിടത്തേക്കാണ്? നമ്മൾ മെയിൻ സ്ഥലത്തേക്ക്. നമ്മൾ ആറന്മുള അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. ഞാൻ വീഡിയോസിൽ കുറേ കണ്ടിട്ടുണ്ട്, ആദ്യമായിട്ടാണ് വരുന്നത്. ഭയങ്കര സന്തോഷം. അപ്പോൾ ഉള്ളിൽ ഇതുപോലെ എന്തെല്ലോ വെച്ചിട്ടുണ്ടായിരുന്നു, അത് എന്താണെന്നൊന്നും അറിയില്ല. ഇപ്പോൾ വള്ളംകളി നടക്കുന്നില്ലേ, പിന്നെ ഉത്സവം, അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ആയിരിക്കും. ഇവിടുന്നും ഉള്ളിൽ കയറി പ്രാർത്ഥിച്ച്. ഇവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ഉള്ളിൽ കയറാൻ വേണ്ടി ക്യൂ നിന്ന്, കാരണം ഉത്സവമാണല്ലോ, അവിടെ നല്ല തിരക്കാണല്ലോ. അങ്ങനെ നമ്മൾ നേരെ വള്ളംകളി നടക്കുന്ന അങ്ങോട്ടേക്ക് പോയി. ഇനി നമ്മൾ കുറച്ച് സമയം വള്ളംകളിയും കണ്ടു നിന്നു. മത്സരമെല്ലാം കഴിഞ്ഞാട്ടാ. നമ്മൾ വള്ളംകളി ഇങ്ങനെ എല്ലാ ദിവസവും ഉണ്ടാവും തോന്നും, അറിയില്ല. നമ്മൾ പോയപ്പോൾ ഉണ്ടായിരുന്നു, അപ്പോൾ എല്ലാ ദിവസവും ഉണ്ടാവുമായിരിക്കൂലേ. അപ്പോൾ ഇതാണ് തിരുവോണത്തോണി. അറിയുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതും കേൾക്കുന്നതും. തിരുവോണത്തോണി ഉത്രാട ദിവസം മാത്രമേ പുറത്തിറക്കൂ എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ തിരുവോണം കഴിഞ്ഞ് പിറ്റേന്നാണല്ലോ പോയത്, അതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വന്നത് നമ്മളെ മെയിൻ സാധനം ആറന്മുള വള്ള സദ്യ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സദ്യ കഴിക്കുന്നതിന് മുന്നേ ഇതുപോലെ അവർക്ക് കുറച്ച് ചടങ്ങെല്ലാം ഉണ്ട്. പിന്നെ വെള്ളം തന്നു, പിന്നെ അരവണ പോലത്തെ ഒരു പായസം തന്നു, ചോറ് വിളമ്പി, കറിയെല്ലാം വിളമ്പി, നെയ്യ് വിളമ്പി, പിന്നെ നല്ലോണം ചോറ് കഴിച്ചു. പായസം 4 തരം പായസം ഉണ്ടായിരുന്നു. ഞാൻ ഈ പപ്പടവും പഴവും പായസവും ഒന്ന് കേട്ടിട്ടേ ഉള്ളൂ. അങ്ങനെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വെച്ച് ഞാൻ എല്ലാം കൂടെ കുഴച്ച് വെച്ചപ്പോൾ എനിക്ക് തോന്നി ഫുള്ള് എനിക്ക് തിന്നാൻ പറ്റില്ല, കാരണം ഞാൻ അത്ര മധുരം കഴിക്കുന്ന ആളല്ല. എനിക്ക് മധുരം തീരെ ഇഷ്ടമല്ല. അപ്പം ഇടയ്ക്ക് മലക്കിയിട്ട സമയത്ത് തന്നെ നല്ല മോര് കൊണ്ട് തന്നിനു. അങ്ങനെ അതും കുടിച്ച് നമ്മൾ വയറും നിറഞ്ഞ് നേരെ നമ്മൾ എങ്ങോട്ടാണ് പോയെന്ന് വെച്ചാൽ ആറന്മുള കണ്ണാടീൻ്റെ മാനുഫാക്ചറിങ് സ്ഥലത്തേക്കാണ്. അപ്പോൾ അവർ നമുക്കിങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞു തരും, എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉണ്ടാക്കുന്നതെന്നെല്ലാം. പക്ഷെ അവർ രഹസ്യക്കൂട്ട് മാത്രം പറഞ്ഞു തരില്ല, അതുകൊണ്ടാണല്ലോ അതിനെ രഹസ്യക്കൂട്ട് എന്ന് പറയുന്നത്. പിന്നെ എല്ലാവരും ആറന്മുള കണ്ണാടി വാങ്ങാൻ വേണ്ടിയിട്ട് ഓരോരോ ഷോപ്പിലായിട്ട് കയറി. ഞാൻ വാങ്ങിയിട്ടില്ല, കാരണം ഞാൻ എൻ്റെ വീട്ടിലെ കണ്ണാടിയിൽ കാണുന്ന പോലെ തന്നെയാണ് അതിൽ കണ്ടത്. എനിക്ക് പ്രത്യേകിച്ച് ഒരു വ്യത്യാസവും തോന്നിയില്ല. പിന്നെ ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനമാണ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ ഇതിലും എക്സ്പെൻസീവാണ്. നമ്മൾ ആറന്മുള വന്നിട്ട് വാങ്ങിയിട്ട് പോലും നല്ല എക്സ്പെൻസീവാണ്. പിന്നെ നമ്മൾ നേരെ പോയത് കവിയൂർ ഗുഹാക്ഷേത്രത്തിലേക്കാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പേരും ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഞാൻ ആദ്യം ആ വലിയ ഗുഹ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഗുഹേൻ്റെ ഉള്ളിലെ കൂടെ പോകണമെന്ന്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത ഡെസ്റ്റിനേഷനിലെത്തി, പാണ്ഡവർക്കാവ് ദേവി ടെമ്പിൾ. അങ്ങനെ നമ്മൾ അവിടുന്നും പ്രാർത്ഥിച്ചിറങ്ങി നേരെ പോയത് മണ്ണാറശാലയിലേക്കാണ്. മണ്ണാറശാലയിൽ ഫോൺ റെസ്ട്രിക്റ്റഡ് ആയിരുന്നു, അതുകൊണ്ട് ഉള്ളിലൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ പുറത്തുനിന്ന് കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് ഇറങ്ങി നമ്മൾ ലാസ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തി, അമ്പലപ്പുഴനെ പറ്റിയിട്ട് കേൾക്കാത്തവരും അറിയാത്തവരും ഭയങ്കര കുറവായിരിക്കും തന്നെ, ഇല്ല എന്ന് തന്നെ പറയാം. അവിടെ നമ്മളെ കുഞ്ചൻ നമ്പ്യാർ ഉപയോഗിച്ച മിഴാവും പിന്നെ കുഞ്ചൻ നമ്പ്യാർ നാടകശാലയും എല്ലാം ഉണ്ടായിരുന്നു. ഇതാണ് അമ്പലപ്പുഴയിലെ കുളം. ഇത് മണിക്കിണർ. അമ്പലത്തിലെ ആവശ്യങ്ങൾക്കെല്ലാം അതിൽ നിന്നാണ് വെള്ളം എടുക്കുക. നമ്മൾ എത്തിയത് രാത്രിയാണ്ടാണോ എന്നറിയില്ല, അത് ക്ലോസ്ഡ് ആയിരുന്നു. രാവിലെ കാണാൻ പറ്റുമോന്നും അറിയില്ല. അപ്പം നട അടച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നു നമ്മൾ ചെന്നപ്പോൾ. നട തുറന്നപ്പോൾ കയറി പ്രാർത്ഥിച്ചു, പിന്നെ ശീവേലിയും കണ്ട് നമ്മൾ അമ്പലം ക്ലോസ് ചെയ്ത് എല്ലാവരും ഇറങ്ങുന്നവരെ നമ്മൾ അവിടെ തന്നെ നിന്നു. കാരണം നമ്മളടുത്ത് ഇറങ്ങുന്നതിന് മുന്നേ നമ്മളെ ഗൈഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലാസ്റ്റ് അമ്പലം മുഴുവൻ താഴിട്ട് പൂട്ടിക്കഴിഞ്ഞാൽ അവര് വാസുദേവാന്ന് ഒച്ചത്തിൽ അവിടുന്ന് വിളിക്കും, പിന്നെ ഭഗവാൻ നോക്കിക്കോളും എന്നുള്ള അവരൊരു വിശ്വാസം. കാരണം പിന്നെ രാവിലെയല്ലേ അമ്പലം തുറക്കുള്ളൂ. അങ്ങനെ നമ്മളും എല്ലാം കൃഷ്ണനെ ഏൽപ്പിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഭക്ഷണവും കഴിച്ച് ഇനി നാട്ടിലേക്ക്. പുലർച്ചെ ഒരു 5:30 ആയപ്പോഴത്തേക്കും നാട്ടിലെത്തി. അവിടെ അച്ഛൻ നല്ല ചൂട് ചായ ഉപ്മാവും വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കുടിച്ച് നേരെ വീട്ടിലേക്ക്.